ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കുട്ടിയൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? പ്രത്യേകിച്ചൊന്നുമില്ല, എങ്കിലും ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. രാവിലെ ഒരു ഗ്രീൻ ടീ കുടിച്ചിരുന്നു, ഡയറ്റാന്നൊക്കെ പറയാം. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ബാജി ആയിരുന്നു. ഈ ബാജിയുടെ പിന്നിലുള്ള കഥ ഒരു കുഞ്ഞ് രസമുള്ള കഥ കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ കിഴങ്ങ് കറി ജസ്റ്റ് ഒന്ന് ഉടച്ച് കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പിട്ടപ്പം പൂരിക്കുള്ള ബാജിക്കറിയായി. പിന്നെ ഞങ്ങളുടെ വീട് പണിയുന്ന സൈറ്റിലേക്ക് പോയി. എല്ലാ ദിവസവും വീട് പണി എന്തായെന്ന് ഞങ്ങൾ പോയി നോക്കാറുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും എന്നുള്ള ഡിസ്കഷനായി. ഉച്ചയ്ക്ക് എന്തുണ്ടാക്കാനായി? ഇന്നും ഒരേപോലത്തെ കറിയാണ് നമ്മൾ കഴിക്കുന്നത്. എന്നാൽ നമുക്കിന്ന് ചപ്പാത്തിയും ചിക്കനും സാലഡും ആക്കാമെന്ന് കരുതി. അങ്ങനെ ചിക്കൻ വാങ്ങിക്കാനുള്ള പുറപ്പാടാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരം ചിക്കൻ വാങ്ങിക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് അടുത്തുള്ളൊരു ചിക്കൻ സെൻറ്ററിൽ നിന്നാണ്. ഞങ്ങൾ എന്ന് ചെന്നാലും അവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഞങ്ങൾ മിക്കവാറും പോകുന്നത് ശനി ഞായർ ദിവസങ്ങളായിരിക്കും. ഈ ആൾക്കാരൊക്കെ പൊതുവെ ശനിയും ഞായറും ആണോ ചിക്കൻ വാങ്ങിക്കാറ് എന്ന് തോന്നിപ്പോവും. കാരണം അത്രയ്ക്ക് തിരക്കാണ് അവിടെ. പക്ഷേ ഇന്ന് എന്തായാലും അധികം തിരക്ക് അനുഭവപ്പെട്ടില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ചേട്ടനെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ ചിക്കൻ വാങ്ങിച്ചിട്ട് പോവുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വേഗം ചിക്കൻ കിട്ടി. ഇതാണ് നമ്മുടെ ചിക്കൻ സെൻറ്റർ. ഞാൻ പറഞ്ഞ ചേട്ടൻ അതാണ്. ആ ചേട്ടൻ ചിക്കൻ വാങ്ങിച്ച് പോകുമ്പോഴാണ് ഞങ്ങൾ ചെന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വേഗം ചിക്കൻ കിട്ടി. ഇനി കാർ വാഷിനൊന്ന് കൊടുക്കണം. നമ്മുടെ അടുത്ത് തന്നെ ഒരു കാർ വാഷ് സെൻറ്റർ പുതിയത് തുടങ്ങി. ചേട്ടനെ പോലെ തന്നെ പൊന്നു പോലെ സൂക്ഷിക്കുന്നതാണ് ചേട്ടൻ്റെ കാറും. അങ്ങനെ കാറ് കുറച്ച് നാളായി വാഷ് ചെയ്തിട്ട് അങ്ങനെ കാർ വാഷിങ്ങിന് നമ്മുടെ അടുത്ത് തന്നെ പുതിയതായിട്ട് തുടങ്ങിയൊരു കാർ വാഷിംഗ് സെൻറ്ററിൽ കൊടുത്തു. നോർമലി നമ്മൾ കൊടുക്കുന്നിടത്ത് മാനുവലായിട്ടായിരിക്കും ഇങ്ങനെ ക്ലീൻ ചെയ്യാറ്. പക്ഷേ ഇവിടെ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കാർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, വാഷും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കറി സെറ്റാക്കുക എന്നുള്ളതാണ്. ചിക്കൻ കറിയുടെ റെസിപ്പിയൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കാനും, ഞാൻ കരുതി എനിക്ക് മാത്രമേ ഉള്ളൂ ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തതെന്ന്. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ യൂട്യൂബ് പോലെ പല മീഡിയംസും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാനൊരു ചിക്കൻ കറി എക്സ്പെർട്ടായെന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിൽ കൂടെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ ലീവ് ഉള്ള ദിവസം ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും ചപ്പാത്തി മേക്കേഴ്സ്. അങ്ങനെ ചപ്പാത്തിയും ചിക്കനും സാലഡും ഒക്കെ റെഡിയായി കഴിഞ്ഞു. ചപ്പാത്തി, ചിക്കൻ കറി നേരത്തെ കണ്ടില്ലേ. ഇനിയും സാലഡിന് ഞാൻ തൈരും ഉപ്പും കഴിക്കാറാവുമ്പോഴേ ചേർക്കാറുള്ളൂ. എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കനും സാലഡും ഒക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റാണ്. വൈകിട്ടൊക്കെ ആയപ്പം ജസ്റ്റ് കുറച്ച് ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ബോറടിച്ചത്. ചേട്ടനുള്ള ടൈമിലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ആലപ്പുഴ ബീച്ച് വരെ പോയാലോ എന്ന്. അപ്പോൾ ചേട്ടൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ വേഗം പോയി റെഡിയായി. ഇനി ആലപ്പുഴ ബീച്ചിലോട്ട്. നോർമലി സാറ്റർഡേ സൺഡേ ഒക്കെ പൊതുവേ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് ബീച്ചിൽ. സൺഡേ ആണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടാറ്. ഈ ബീച്ചിലോട്ട് പോകുമ്പോൾ ഈ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ നല്ല പച്ചപ്പും ഒരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരിക്കും. എനിക്ക് ബീച്ചിൽ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്ന് ഈ വഴി തന്നെയാണ്. എന്തോ എനിക്ക് പ്രത്യേക ഒരു ഭംഗിയാണ് ഈ വഴി കാണുമ്പോൾ തോന്നാറ്. എന്തോ എനിക്കിഷ്ടമാണ് ഈ വഴി. എന്നെപ്പോലെ ഈ വഴി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഒരുപാട് തിരക്കൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബീച്ചിൽ പോയാൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എൻ്റെ മാൻഡേറ്ററി തിങ്സാണ്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഈ ബീച്ചിൽ ചെന്നിരുന്ന നമ്മുടെ വിഷമങ്ങളും ഒന്നും ആലോചിക്കില്ല. ബീച്ചിലോട്ടങ്ങ് ഇറങ്ങിയാൽ മതി, വേറെ ചിന്തയൊന്നുമില്ല. സ്വന്തമായിട്ട് കടപ്പുറമുള്ള ആളാട്ടോ ഞാൻ. എൻ്റെ സ്വന്തം നാടായ തൃക്കുന്നപ്പുഴയിൽ ബീച്ചൊക്കെ ഉണ്ട്. എങ്കിലും എനിക്ക് ഈ ആലപ്പുഴ ബീച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. അങ്ങനെ ചേട്ടനെ കൊണ്ട് എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നടക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിച്ചു. പിന്നെ ബീച്ചിലോട്ടങ്ങ് ഇറങ്ങി. പതിവ് പോലെ ബീച്ചിലങ്ങനെ തിരമാലയൊക്കെ കുറവായിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് തിരയൊന്നും അടിച്ചില്ല. പിന്നെ നോക്കിയപ്പോൾ കുറേ മീനുകൾ ഇങ്ങനെ ചത്ത് കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സുനാമി വരാൻ പോവാണ്. കാരണം സുനാമി വരുന്ന ടൈമിലൊക്കെ ആയിരുന്നു ഈ ബീച്ചിലധികം തിരമാലയൊന്നും ഇല്ലാതെ മീൻ ചത്ത് കിടക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ തിരമാലയൊക്കെ കുറവായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരുപാട് കുഞ്ഞു മീൻ ചത്ത് കിടപ്പുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ കേട്ടോ. ഇങ്ങനെ തിരമാല അടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലും വരുന്നുണ്ടായിരുന്നു ഒരുപാട് മീൻ. ചേട്ടൻ അതാണ് സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ഈ മീൻ ഇങ്ങനെ ചത്ത് കിടക്കുന്നത്, എന്തോ പ്രശ്നമുണ്ട്, സംതിങ് ഫിഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ തിരമാലയുടെ ഇടയിലൊക്കെ ഒരുപാട് കുഞ്ഞു മീനുകൾ ചത്ത് കിടപ്പുണ്ടായിരുന്നു. കുറേയൊക്കെ തിര വന്ന് എടുത്തുകൊണ്ട് പോയി. കുറേയൊക്കെ തിര വരുമ്പം കടലിൻ്റെ ആ കരയിലും വന്ന് കിടപ്പുണ്ടായിരുന്നു.
പിന്നെ കുറച്ച് നേരം പിന്നെ അതൊക്കെ വിട്ട് കുറച്ച് നേരം നമ്മൾ ബീച്ചിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. നമ്മൾ സ്ഥിരം എടുക്കുന്നതാണ്, എങ്കിലും എന്നും വരുമ്പോൾ എടുക്കണം ഈ വീഡിയോ ഒക്കെ. പിന്നെ കുറച്ച് നേരം കടലിൽ കളിച്ചു. എനിക്കങ്ങനെ വലിയ പേടിയൊന്നുമില്ല കടലിനോട്, കാരണം സ്വന്തമായിട്ട് കടലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് നേരം കടലിലൊക്കെ കളിച്ചു. വീഡിയോ ഒക്കെ എടുക്കാൻ ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ എടുത്തു തന്ന വീഡിയോ ആണിത്. ഭയങ്കര സമാധാനത്തോടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇത് തന്നെ കടലിൻ്റെ വീഡിയോ ഒക്കെ തന്നെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽപ്പാണ് പരിപാടി. പണ്ടൊക്കെ എപ്പോഴും നമ്മൾ ബീച്ചിൽ വന്ന ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ്, ഫേസ്ബുക്കിലൊരു പോസ്റ്റ്, വാട്സപ്പിൽ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനോടൊക്കെ ഒരു മടുപ്പായി. ഇപ്പം നമുക്ക് എന്തിനാ ബീച്ചിൽ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സമാധാനം, അതിന് വേണ്ടിയിട്ടാണ് ബീച്ചിൽ പോകുന്നത്. നമ്മളെ നോർമൽ ലൈഫിൽ നിന്ന് ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ മാറി എന്തെങ്കിലും ഒരു റിലീഫ് വേണ്ടേ, അതിനാണ് ഇപ്പോൾ പൊതുവെ ബീച്ചിൽ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ സ്റ്റാറ്റസൊക്കെ പണ്ടത്തെ അത്ര ഇല്ലെങ്കിലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകാറ് പതിവ്. ഞാനങ്ങനെ വോയിസ് ഓവറൊന്നും കൊടുക്കാൻ എക്സ്പേർട്ടായിട്ടില്ല, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്തെങ്കിലും ഒരു മെമ്മറി, ഫോട്ടോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മെമ്മറി അല്ലേ, നമ്മളവിടെ പോയത് ഓർക്കാനെന്ന് വേണ്ടി. പിന്നെ ഞാൻ ഈ മെയിനായിട്ട് ഈ ബീച്ചിൽ വരുന്നത് ഈ പൊരി ഐറ്റംസൊക്കെ കഴിക്കാൻ, അതായത് ബജ്ജി, ഏത്തയ്ക്കാപ്പം, ചായ, ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ബീച്ചിൽ പോകുന്നത്. ഞങ്ങൾ സ്ഥിരം കയറുന്ന കടയാണ് ഈ സോൾട്ട് ആൻഡ് പെപ്പർ. ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കും, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല പൊരി ഐറ്റംസൊക്കെയാണ്, ഇതിഷ്ടപ്പെടുന്നവർക്ക് നല്ല സാധനങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഒരു പ്ലേറ്റ് ബജ്ജിയും ഒരു പ്ലേറ്റ് ഉള്ളിവടയും ഒരു പ്ലേറ്റ് ഏത്തയ്ക്കാപ്പമാണ് വാങ്ങിച്ചത്. ഞാൻ പണ്ട് കഴിച്ചത്ര ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും ബജ്ജി കൊള്ളായിരുന്നു, ഏത്തയ്ക്കാപ്പം കൊള്ളായിരുന്നു. ഉള്ളിവട എനിക്കങ്ങോട്ട് തൃപ്തിയായില്ല. പിന്നെ രാത്രിയൊക്കെ അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടു, ഒരു വൈബൊക്കെ ആയി, പാട്ടൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയിൽ ആ സ്ഥലത്തിരുന്ന് ആ ഉള്ളിവട സോസിൽ മുക്കി കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ആ മുളക് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ നല്ലതായിരുന്നു, നല്ല ചൂട് ചായ, നല്ല ഏലക്കയൊക്കെ ഇട്ട് നല്ല ചൂട് ചായ. അപ്പോൾ ചേട്ടൻ ഒരു പ്ലേറ്റ് ഉള്ളി ബജ്ജിയും കൂടെ വേണം. പിന്നെ ചേട്ടൻ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു, കഴിച്ചു. ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.